ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വ്യാഴാഴ്ച നമ്മുടെ ഗെയിമിൽ ആഡ് ചെയ്ത നമ്മുടെ ലാലിഗയുടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയർ ലീഗിന്റെ ഹൈലൈറ്റ് കാർഡിന്റെ രണ്ട് പാക്കുകളൊക്കെ നമ്മുടെ ഗെയിമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ ഒരു പാക്ക് നോക്കുമ്പോൾ അയാൾക്ക് നല്ല കിടിലം പ്ലേയേഴ്സ് ആണ് ഈ ഒരു തവണ വന്നിരിക്കുന്നത് രണ്ട് പാക്കിലും. അപ്പൊ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് കേസ് നമ്മുടെ ലാലിഗയുടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിനകത്ത് അത്യാവശ്യം നല്ല റേറ്റിംഗും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റീസും വെച്ചിട്ടുള്ള അത്യാവശ്യം പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് നോക്കുന്നത് നമ്മുടെ വിനീഷ്യസിന്റെ കാർഡ് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു വിനീഷ്യസ് ഏകദേശം ഒരു 102 റേറ്റിംഗ് പോകുന്ന വിനീഷ്യസിന്റെ കാർഡാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രിബിളിങ്ങും അതുപോലെ തന്നെ സ്പീഡ്, ആക്സറേഷൻ അങ്ങനത്തെ വിനീഷ്യസ് ജൂനിയറിന്റെ കാർഡുകൾക്കുള്ള എല്ലാ ക്വാളിറ്റീസും നല്ല രീതിക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത്. പിന്നെ പ്ലേയിങ് സ്റ്റൈൽ നോക്കുമ്പോൾ റോമിംഗ് ഫ്ലാങ്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്ക്വാഡിലേക്ക് നല്ലൊരു വിങ്ങർ കാർഡ് നിങ്ങൾക്ക് ഇതുവഴി കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ CF ആയിട്ടൊക്കെ ട്രെയിൻ ചെയ്യാം, കസ്റ്റം ഒക്കെ ചെയ്തിട്ട്. സോ നല്ലൊരു കാർഡ് തന്നെയാണ് വിനീഷ്യസിന്റെ ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആദ്യത്തെ ഒരു കാർഡ്. പിന്നെ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുബാർസി എന്ന് പറഞ്ഞ ബാർസയുടെ ഒരു ബിൽഡപ്പ് CB ആണ്. സോ ഒരു യങ് ആയിട്ടൊരു പ്ലെയർ ആണ്. നല്ല രീതിക്ക് ഡിഫൻസീവ് ക്വാളിറ്റീസ് എല്ലാം ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സ്പീഡ് കൊടുത്തിട്ടുണ്ട്, ഫിസിക്കൽ കോൺടാക്ട്, ലോ പാസ്, ടൈറ്റ് പൊസിഷൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് ഡീസെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു കാർഡ് തന്നെയാണ്. അപ്പൊ ഈ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100 റേറ്റിംഗ് കിട്ടും കേട്ടോ. അപ്പൊ നല്ലൊരു ബിൽഡപ്പ് CB നോക്കി നടക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഇത്. നിങ്ങളുടെ മെയിൻ സ്ക്വാഡിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലെയറിനെ കളിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്ത രണ്ടാമത്തെ ഒരു പ്ലെയർ. പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ലാക്കിന്റെ ഒരു കാർഡ് വന്ന് കിടപ്പുണ്ട്. ഡിഫൻസീവ് ഗോൾ കീപ്പർ ആണ്. ആൾക്കും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഗോൾ കീപ്പിങ്ങിന്റെ എബിലിറ്റീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ബ്ലൂ ലെവൽ എബിലിറ്റീസ് എല്ലാം കൊടുത്തിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. അപ്പൊ ഇതും നല്ലൊരു കാർഡ് തന്നെയാണ് ഈ ഒരു പാക്കില്. പിന്നെ നോക്കുന്നത് നമ്മുടെ മൊസ്കെറ എന്ന് പറഞ്ഞ ഡിസ്ട്രോയർ പ്ലെയറിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് 100 റേറ്റിംഗ് പോകുന്ന ഒരു കാർഡ് തന്നെയാണ്. ഈ ഒരു കാർഡ് നോക്കുമ്പോൾ നല്ല രീതിക്ക് ഡിഫൻസീവ് ക്വാളിറ്റീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സ്പീഡ്, ഫിസിക്കൽ കോണ്ടാക്ട് അങ്ങനത്തെ പരിപാടി എല്ലാം കൊടുത്തിട്ട് നല്ലൊരു കാർഡാണ്. അപ്പൊ ഇതും നല്ലൊരു കിടിലൻ കാർഡ് തന്നെയാണ് ഈ ഒരു പാക്കില്. അപ്പൊ ഇതും നല്ലൊരു കാർഡ് തന്നെയാണ്. പിന്നീട് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഡാനി വിവിയൻ എന്ന് പറഞ്ഞ ഡിസ്ട്രോയർ കാർഡ് ഉണ്ട്. സോ ഈ ഒരു കാർഡിൽ റേറ്റിംഗ് കുറച്ച് കുറവാണ്, 98 കിട്ടുന്നുള്ളൂ. എന്നാലും നല്ല രീതിക്ക് ഡിഫൻസീവ് ക്വാളിറ്റീസും അതുപോലെ തന്നെ നല്ല സ്പീഡ്, ഫിസിക്കൽ കോണ്ടാക്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക്. ഡിസ്ട്രോയർ ആണ് പ്ലേയിങ് സ്റ്റൈല്. പിന്നെ നോക്കാം നമ്മുടെ ഒരു ആങ്കർമാന്റെ ഒരു കാർഡ് എടുപ്പുണ്ട്, മാർട്ടിൻ സുബിമെൻഡി എന്ന് പറഞ്ഞൊരു ഒരു പ്ലെയറിന്റെ. സോ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാൻഡേർഡ് രീതിക്കുള്ള ക്വാളിറ്റീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും നല്ലൊരു കാർഡ് തന്നെയാണ് ഈ ഒരു പാക്കില്. അപ്പൊ ഇതാണ് നമ്മുടെ ലാലിഗയുടെ ഒരു പാക്കിന്റെ കേസ് പറയാനുള്ളത്. അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് എല്ലാം ഈ ഒരു പാക്കിൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് സ്പിൻ ചെയ്യാം, എത്ര ടൈം വേണമെങ്കിലും സ്പിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ ടാർഗറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നല്ലൊരു പാക്ക് തന്നെയാണ് ഇത്. പിന്നീട് നോക്കുന്ന നമ്മുടെ പ്രീമിയർ ലീഗിന്റെ പാക്കാണ്. അപ്പൊ അതിൽ നമ്മൾ നോക്കുമ്പോ നമ്മുടെ കെവിൻ ഡി ബ്രൂണയുടെ ഒരു കാർഡൊക്കെ കിടപ്പുണ്ട്. സോ അതിലേക്ക് നമുക്ക് പോവാം. സോ നമ്മുടെ കെവിൻ ഡി ബ്രൂണ് നോക്കുമ്പോൾ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണ്, എപ്പോഴത്തെയും പോലെ തന്നെ. പിന്നെ അതുപോലെ തന്നെ നല്ല ലോ പാസ്, ടൈറ്റ് പൊസിഷൻ അങ്ങനത്തെ ഡി ബ്രൂണറിന്റെ കാർഡിന് ആവശ്യമായ എല്ലാ പരിപാടികളും അത്യാവശ്യം ഉണ്ട്. പിന്നെ ഈ ഒരു കാർഡിന് അത്യാവശ്യം സ്പീഡ് ഉണ്ട് കേട്ടോ, ഒരു 81 സ്പീഡൊക്കെ ഉണ്ട്. നല്ലൊരു കാർഡ് തന്നെയാണ് കെവിൻ ഡി ബ്രൂണിന്റെ ഒരു കാർഡ്. അപ്പൊ ഇതും ഈ ഒരു പാക്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാർഡ് തന്നെയാണ്. പിന്നെ നോക്കുക നമ്മുടെ വേറൊരു ആങ്കർമാൻ്റെ ഒരു കാർഡ് എടുപ്പുണ്ട് ഇതില്, സാൻഡ്രോ ടൊനാലി എന്ന് പറഞ്ഞ പ്ലെയർ ആണ്. സോ യങ് പ്ലെയർ ആണ്, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റീസ് ഉണ്ട് ആൾക്ക്. അത്യാവശ്യം 90 ലോ പാസ്, 90 ലോഫ്റ്റഡ് പാസ് അങ്ങനത്തെ പരിപാടി ഉണ്ട്. പിന്നെ 94 സ്റ്റാമിന, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിഫൻസീവ് ക്വാളിറ്റീസ് എല്ലാം ഉണ്ട്. സോ ഇതും നല്ലൊരു കാർഡാണ്. പിന്നെ ഈ ഒരു കാർഡ് 100 റേറ്റിംഗ് പോകും. അപ്പൊ ഇതും നല്ലൊരു കാർഡ് തന്നെയാണ് ഈ ഒരു പാക്കില്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വേറൊരു കിടിലൻ കാർഡ് എടുപ്പുണ്ട് ഇതില്, നമ്മുടെ കൊണേറ്റയുടെ ഒരു കാർഡ് ഒക്കെ ഉണ്ട്, ഇബ്രാഹിം കൊണേറ്റയുടെ. സോ ബിൽഡപ്പ് ആണ് പ്ലേയിങ് സ്റ്റൈല്, നല്ല രീതിക്ക് ഡിഫൻസീവ് ക്വാളിറ്റീസ് ഉണ്ട്. ഓക്കെ, നല്ല ബ്ലൂ ലെവൽ ഡിഫൻസീവ് ക്വാളിറ്റീസ് ഉണ്ട്, നല്ല ഹെഡിങ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട്, 83 സ്പീഡ് ഉണ്ട്. പിന്നെ അത്യാവശ്യം 95 ഫിസിക്കൽ കോൺടാക്ട്. സോ ഇതും നല്ലൊരു കാർഡ് തന്നെയാണ് ഇതിൽ. ഈ ഒരു കാർഡും 100 റേറ്റിംഗ് പോകും. പിന്നെ പ്ലെയറിന് ഒരു 194 സെന്റിമീറ്റർ ഹൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതും നല്ലൊരു റെക്കമെൻഡേഷൻ തന്നെയാണ് ഈ ഒരു പാക്കിലിന്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നെറ്റോണ്ട് ഒരു കാർഡ് എടുപ്പുണ്ട്, വിങ്ങർ കാർഡാണ്. സോ ഇതും അത്യാവശ്യം ഡീസെന്റ് ആയിട്ടൊരു ക്വാളിറ്റീസ് ഉണ്ട്, നല്ല സ്പീഡ്, ആക്സറേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതും നല്ലൊരു കാർഡ് തന്നെ ആയിരിക്കും. പിന്നീട് നോക്കുമ്പോൾ നമ്മുടെ പെഡ്രോ പൊറോയുടെ ഒരു ഒഫൻസീവ് വിങ് ബാക്ക് കാർഡ് എടുപ്പുണ്ട്. സോ ഇതും കുഴപ്പമില്ല, അത്യാവശ്യം സ്പീഡ്, ബോൾ കൺട്രോൾ, ഡ്രിബിളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതും നല്ലൊരു കാർഡ് തന്നെയാണ്. ഇത് നോക്കുമ്പോൾ നമ്മുടെ മാക്സൺ ലക്രോസിക്സ് എന്ന് പറഞ്ഞ ഒരു പ്ലെയറിന്റെ
ബിൽഡപ്പ് കാർഡും കിടപ്പുണ്ട്. സോ ഇതില് റേറ്റിംഗ് നിങ്ങൾ നോക്കണ്ട, 98 ഉള്ളൂ. പക്ഷെ നല്ല രീതിക്ക് ഡിഫൻസീവ് ക്വാളിറ്റീസ് ഉണ്ട്. പിന്നെ 90 സ്പീഡുള്ള ഒരു ബിൽഡപ്പ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സ്പീഡ് ബിൽഡപ്പിന് വേണമെങ്കിൽ ഈ ഒരു പ്ലെയർ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ അത്യാവശ്യം ഫിസിക്കൽ കോൺടാക്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഹെഡിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു വ്യാഴാഴ്ച വന്ന 2 പാക്കും കാര്യങ്ങളും. സോ നമ്മൾ ഓവറോൾ നോക്കുമ്പോ നല്ല 2 പാക്കാണ് ഈ ഒരു പ്രാവശ്യം വന്നിരിക്കുന്നത്. ഓക്കെ, 2 പാക്ക് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 2 പാക്കിലും നല്ല 100 റേറ്റ് പോകുന്ന 2-3 പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ 102 പോകുന്ന വിനീഷ്യസിന്റെ ഒരു കാർഡ് ഉണ്ട്. പിന്നെ എന്താണ് ഓൾമോസ്റ്റ് നമ്മൾ ആട്രിബ്യൂട്ട് വെച്ച് നോക്കുമ്പോഴും നല്ല 2 കാർഡുകൾ, നല്ല കാർഡുകളുള്ള 2 പാക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വെറുതെ നിങ്ങളുടെ കോയിനൊക്കെ ഈ ഒരു എപ്പിക് പാക്കിൽ ഫുൾ വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു പാക്ക് 2 സ്പിൻ ചെയ്യാനാണ് എന്റെ റെക്കമെൻഡേഷൻ. കാരണം ഈ 2 പാക്കിലും നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്റെ റെക്കമെൻഡേഷൻ ആണ് നിങ്ങൾ വെറുതെ ഈ എപ്പിക് പാക്ക് സ്പിൻ ചെയ്യാതെ നിങ്ങൾ കൊടുക്കുന്ന കോയിനെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടണം. മീൻസ് കൊടുക്കുന്ന കോയിന് വെർത്ത് ആയിട്ടുള്ള പ്ലേയേഴ്സിന് നോക്കി നടക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ 2 ബെസ്റ്റ് പാക്കാണ് ഈ തവണ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് സ്പിൻ ചെയ്യാം. ഈ 2 പാക്ക് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് സ്പിൻ ചെയ്യാം. നല്ല അത്യാവശ്യം ടൈമിംഗ് ആളിലേക്ക് 45 ദിവസം കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പയ്യെ കോയിൻ സേവ് ചെയ്തിട്ടായാലും ഈ ഒരു പാക്കിലേക്ക് വേണ്ടി സ്പിന്നൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ പോലും വെർത്ത് ആയിട്ടുള്ള പ്ലെയർ, നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിന് കൊടുക്കുന്ന കോയിന് വെർത്ത് ആയിട്ടുള്ള പ്ലേയേഴ്സ് നിങ്ങൾക്ക് ഈ 2 പാക്കിലൂടെയും കൺഫേം ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഈ പ്ലേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ കളിപ്പിക്കാനല്ല, നിങ്ങളുടെ മെയിൻ സ്ക്വാഡ് തന്നെ കളിപ്പിക്കാൻ പറ്റിയ എബിലിറ്റീസ് ഉള്ള പ്ലേയേഴ്സ് ആണ് ഈ 2 പാക്കിൽ വന്ന് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു എപ്പിക് പാക്ക് മാത്രം സ്പിൻ ചെയ്യാതെ ഈ വന്നേക്കണ ഈ ഒരു പാക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റ്മെന്റ് ആവില്ല. കാരണം അത്യാവശ്യം നല്ല പ്ലേയേഴ്സും കിട്ടുന്നുണ്ട്. നിങ്ങൾ ടാർഗറ്റ് കിട്ടുന്ന ഓൾമോസ്റ്റ് ഒരു 300 അല്ലെങ്കിൽ 400 കോയിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ടാർഗറ്റിങ്ങുകളൊക്കെ കിട്ടും. നമ്മുടെ എപ്പിക് ആണ്, ഇപ്പൊ നമ്മുടെ എപ്പിക് പാക്ക് നിങ്ങൾ ഈ ടൈമിൽ സ്പിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 1000-2000 കോയിൻ കൊടുത്താൽ പോലും ചിലപ്പോൾ എപ്പിക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ 2 പാക്കും നിങ്ങൾക്ക് എന്തായാലും 101% വെർത്ത് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ 2 പാക്കും നിങ്ങൾ വെറുതെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് സൈൻ ചെയ്യുക. നിങ്ങൾക്ക് വെർത്ത് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൺഫേം ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. ഓക്കെ, ഇതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ പർപ്പസ് ഒക്കെ അനുസരിച്ച് നിങ്ങൾ സൈൻ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ ഈ ഒരു പാക്ക് സ്പിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്പിൻ ചെയ്തിട്ട് ഇതിൽ നിന്ന് പ്ലേയേഴ്സിന് എടുത്തവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഗൈസ്, അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.